everyone, welcome back to Silent Learning and a heartily welcome to our English class. This is Mama Shaju, your English teacher. You can call me SJ. Now today, in this class, we are going to discuss how to write a character sketch and the character sketch of Lencho. Lencho is the character in the first chapter, Letter to God. Now, നേരെ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിനുണ്ടാവുക, ക്യാരക്ടർ സ്കെച്ചുമായി റിലേറ്റഡ് ആയിട്ടുണ്ടാവുക. അതിലൊന്ന് ഓപ്ഷനിലാണ്, രണ്ടാമത്തത് നമുക്ക് മാൻഡറ്ററി ആയിട്ട് എഴുതണം, നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അവിടെ 6 മാർക്കിന് വരുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടർ സ്കെച്ചസ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ സൂപ്പറായിട്ട് ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു ഫസ്റ്റ് സെഷൻ എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നല്ല ക്യാരക്ടർ സ്കെച്ചിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാർക്കും 6 മാർക്സും കിട്ടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ റീകോൾ ദ സ്റ്റോറി ആൻഡ് ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ്. ക്യാരക്ടറിനെ മനസ്സിലാക്കുക, ഏത് സ്റ്റോറിയിലുള്ളതാണ്, എന്നിട്ട് അവിടെ മെൻഷൻ ചെയ്യുക ഇന്ന സ്റ്റോറിയിലുള്ള, അല്ലെങ്കിൽ ഓതറെ പേരൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. ഇന്ന ഓതറിന്റെ ഇന്ന ചാപ്റ്ററിലുള്ള ആ ക്യാരക്ടറാണ് ഇത് എന്ന് നമ്മൾ പറയുക. സെക്കൻഡ് വൺ, ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ. ഈ സ്റ്റോറിയിൽ ഈ ക്യാരക്ടറിന്റെ റോൾ എന്താണ്, അതുപോലെ തന്നെ അയാളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നത് നമ്മൾ പറഞ്ഞു വെക്കുക. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസസ് അവിടെ പറയുക. ഇപ്പം അദ്ദേഹത്തിന്റെ ഹൈറ്റ്, വെയിറ്റ്, അല്ലെങ്കിൽ ഹെയർ കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോംപ്ലക്ഷൻ ഒക്കെ തന്നെ, സ്കിന്നിന്റെ കളർ, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം അവിടെ. ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗം അയാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് അവിടെ പറയേണ്ടത്. ഓക്കെ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അയാൾ ഓണസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് അവിടെ എന്ത് ചെയ്യണം, പറഞ്ഞു വെക്കണം. അത് മാത്രം പോരാ, അയാളും ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, അയാളുടെ ഇന്ററാക്ഷൻസ് വിത്ത് അതർ പേഴ്സൺസ്, അത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വാട്ട് കോട്ടിങ് ഡീറ്റെയിൽസ് ഫ്രം ദ സ്റ്റോറി ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. നിങ്ങളിപ്പോൾ ഇയാളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതിനെ ശരിവെക്കുന്ന, ഇതിനെ യെസ് അത് ശരിയാണ്, അയാളുടെ ഹോണസ്റ്റ് ആണ് എന്ന് ശരിവെക്കുന്ന ഭാഗങ്ങൾ എവിടെ നിന്നും, ചാപ്റ്ററിനകത്തുനിന്നും നമ്മൾ എടുത്തിട്ട് പറയുക. അത്രയും കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഓണസ്റ്റ് ആണെന്ന് പറയില്ല. അപ്പൊ നമ്മൾ പറയണം അയാൾ ഭയങ്കര വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, അപ്പൊ ലെഞ്ചോ ഒരു വിശ്വാസിയാണ്, അതിനെ ശരിവെക്കുന്ന ഒരു ഇൻസ്റ്റൻസ് എവിടെ നിന്നും കഥയിൽ നിന്ന് എടുത്ത് പറയാം, മതി. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാ. അതേ ഒരു ഹെഡിങ് കൊടുക്കുക, ഇന്ന ആളുടെ പേര് ക്യാരക്ടർ സ്കെച്ച് ആണ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ലെഞ്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് നമ്മൾ ഇന്ന ചാപ്റ്ററിലുള്ള ആളാണ് അയാൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് അയാളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അയാളുടെ റോൾ എന്താണ് ഈ സ്റ്റോറിയിൽ. ഓക്കെ, മെയിൻ ക്യാരക്ടറാണ്, പ്രൊട്ടാഗണിസ്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നെക്സ്റ്റ് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഹൈറ്റ്, വെയിറ്റ്, കാര്യങ്ങളൊക്കെ പറയുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അയാളുടെ ക്വാളിറ്റീസ് ആണ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ അയാളുടെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ പ്ലോട്ടിൽ അയാൾ, ഈ പ്ലോട്ട് എന്ന് പറയുന്ന കഥ, ഈ കഥ ഇങ്ങനെ തുടർന്ന് പോകുന്നതിൽ അയാളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. എല്ലാം മാൻഡറ്ററി അല്ല, ഉള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ മതി, അറിയുന്നത് മാത്രം എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ ഒരു രൂപം. ആൻഡ് ലാസ്റ്റ് വൺ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ വ്യൂസിനെ ഈ കഥയിലെ ഇൻസ്റ്റൻസ് ഉപയോഗിച്ചിട്ട്, ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശരിവെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് എന്തിൽ, ഒരു നല്ല ക്യാരക്ടർ സ്കെച്ചിന്റെ അകത്ത്. നമുക്ക് ലെഞ്ചോയുടെ ക്യാരക്ടർ സ്കെച്ച് എടുത്ത് നോക്കാം. ഇതിനകത്ത് ആദ്യം നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം എന്തെല്ലാം. ഇപ്പൊ ക്യാരക്ടർ സ്കെച്ച് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ലെഞ്ചോ ആണെങ്കിൽ നമുക്കറിയാം ഇസ് എ ഗുഡ് ഡിവോട്ട് ആണ് അദ്ദേഹം, അല്ലെ. ഡിവോട്ട് മീൻസ് നല്ലൊരു ഭക്തനാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഒരു ഭയങ്കര റിലീജിയസ് ആണ് അയാൾ. അത് എഴുതി, ആ ഒരു പോയിന്റ് എൻ്റെ മനസ്സിലുണ്ട്. നെക്സ്റ്റ് ഓണസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഡിറ്റർമൈൻഡ് ആണ്, നല്ല തീരുമാനിച്ചുറച്ച ഒരു ആളാണ്, അല്ലെ. അതുകൊണ്ടാണ് കത്ത് രണ്ടാമതും അദ്ദേഹം എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നമുക്ക് എത്ര 4 പോയിന്റ്സ്, ആ 4 പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച് എഴുതി നോക്കാം. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് എന്നുള്ളതിന് പകരം ക്യാരക്ടർ സ്കെച്ച് ഓഫ് ലെഞ്ചോ എന്ന് മാത്രം നിങ്ങൾ എന്താ ചെയ്യുക, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ്, ലെഞ്ചോ വാസ് എ ഹാർഡ് വർക്കിംഗ് ഫാമർ. നമ്മൾ പറയുന്നു ലെഞ്ചോ വാസ് എ ഹാർഡ് വർക്കിംഗ് ഫാമർ. ഓക്കെ, അദ്ദേഹം ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫാമർ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഓക്സ് ഓഫ് എ മാൻ. അത് നമ്മുടെ ലാംഗ്വേജിനെ ഒന്നുകൂടെ ടെക്സ്റ്റുമായിട്ട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുകൂടെ ഉപയോഗിച്ചു, ആൻ ഓക്സ് ഓഫ് എ മാൻ എന്ന് പറയുന്ന കാളയെ പോലെ പണിയെടുക്കുന്ന ആളായിരുന്നു എന്ന് ഞാൻ ചേർത്ത് വെച്ചു. ടെക്സ്റ്റിലുള്ള വാക്കുകളാണ്. എ മാൻ വിത്ത് മിനിമൽ റിസോഴ്സസ് ഹി ഏൺഡ് ഹിസ് ലിവിംഗ് ബൈ കൾട്ടിവേറ്റിംഗ് ഹിസ് ഫീൽഡ്സ്.
കുറച്ച് മാത്രം അയാളുടെ കയ്യിൽ സമ്പാദ്യമൊക്കെ ഉള്ളൂ, വെൽത്ത് ഉള്ളൂ, അല്ലെ, മിനിമൽ റിസോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത് ഒരു കർഷകനായതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റിംഗ് ഹിസ് ഫീൽഡ്സ്, അല്ലെ, അല്ല ഫീൽഡ് കൾട്ടിവേറ്റ് ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. നെക്സ്റ്റ്, ഹി ഹാഡ് ഇമ്മൻസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഫെയ്ത്ത് വിശ്വാസമാണ്, ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഹി തോട്ട് ദാറ്റ് ഗോഡ് ഓൾവേസ് ഹെൽപ്ഡ് ദോസ് ഹു ഹാഡ് ഗുഡ് കൺസൈൻസ്. എന്ന് വെച്ചാൽ കൺസൈൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല എന്താ പറയാ, നല്ല മനസ്സുള്ള ആളുകൾക്ക്, നല്ല മനസ്സാക്ഷിയുള്ള ആളുകൾക്ക് ദൈവത്തിന്റെ സഹായം എത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. He therefore sought to God for help when he and his family reached the point of hunger and he had lost all hope. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹവും കുടുംബവും വിശന്ന എന്താ പറയാ പട്ടിണിയുടെ വക്കിലെത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദൈവത്തിൽ റിലേ ചെയ്യുകയാണ്. ഓക്കെ, even the postmaster was struck by his long religious convictions and decided to help out. ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്മാൻ പോലും ആകെ അമ്പരന്ന് പോയി ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള കൺവിങ്ഷൻസ് കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ ദൃഢത കണ്ടിട്ട് അദ്ദേഹം പോലും, പോസ്റ്റ്മാൻ പോലും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്, അല്ലെ. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതിയിട്ട്. Although he was a farmer, Lencho had enough education to compose a letter. ഫാമർ ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്തിന് കത്ത് എഴുതാനുള്ള അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, കത്ത് എഴുതി അദ്ദേഹം. ഹി ഡെമോൺസ്ട്രേറ്റ്സ് ഹി ഷോസ്, അതാണ് ഹി ഡെമോൺസ്ട്രേറ്റ് മീൻസ് ഹി ഷോസ്, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഹി ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് പ്യൂരിറ്റി ബൈ മേക്കിംഗ് ആൻ എഫേർട്ട് to communicate with God directly. അദ്ദേഹത്തിന്റെ ആ ഒരു പ്യൂരിറ്റി, ഒരു നിഷ്കളങ്കത. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ദൈവത്തോടൊക്കെ ഇങ്ങനെ ദൈവമേ സ്കൂൾ ഉണ്ടാവരുതേ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രാർത്ഥിക്കുക. പക്ഷെ ലെഞ്ചു കത്ത് എഴുതുകയാണ് ആർക്ക്, ഈ ദൈവത്തിന് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി he had a firm belief in God. അദ്ദേഹത്തിന് ഒരു ഉറച്ച വിശ്വാസമുണ്ട് ആരില്, ദൈവത്തില്. ബട്ട് ഹി ഹാഡ് എ ടെൻഡൻസി ടു ഡൗട്ട് പീപ്പിൾസ് ഇന്റൻഷൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളെ ഒരു സംശയത്തിന്റെ കണ്ണുകളോടെയാണ് നോക്കുന്നത്, അല്ലെ. മറ്റുള്ളവരുടെ ഇന്റൻഷൻസ് എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട് എപ്പോഴും. അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ഓഫീസിലുള്ള ആളുകളെയൊക്കെ അയാൾ എന്ത് ചെയ്യുന്നത്, സംശയിക്കുന്നത്. ഹി നെവർ ട്രൈ ടു ഫൈൻഡ് ഔട്ട് who had sent him those 70 pesos to help him. അയാൾ ഒരിക്കലും ആലോചിക്കുന്നില്ല ഈ 70 pesos എനിക്ക് ആരയച്ചു തന്നു എന്ന് അദ്ദേഹം ഒരിക്കലും ആലോചിക്കുന്നില്ല, അല്ലെ. അദ്ദേഹം ഗോഡ് അയച്ചെന്ന് വിശ്വസിക്കുകയാണ് അങ്ങോട്ട് ചെയ്യുന്നത്. It is rather ironic that he humiliated his helpers by calling them a bunch of crooks. അവിടെ അവസാനം അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തെ സഹായിച്ച പോസ്റ്റ് ഓഫീസിലുള്ള ആളുകളെ, ഇത് പോസ്റ്റ് മാസ്റ്റർ അടക്കമുള്ള ആളുകളെ ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെ. ഒരു ക്രൂക്സുകളുടെ കൂട്ടം എന്ന് അവരെ എല്ലാം കള്ളന്മാരെന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ അത് ശരിക്കും അവരെ ഹ്യൂമിലിറ്റി ചെയ്യുന്ന തുല്യമാണ്. ഏതായാലും ഒരു നിഷ്കളങ്കനായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വെറുതെ വിടാം. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു. ആരാണെന്ന് പറഞ്ഞു ഭാഗത്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, അതിനെ ശരിവെക്കുന്ന സ്റ്റോറിയിലെ ഭാഗങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ലെഞ്ചോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ഇതുപോലെയുള്ള എന്തുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ പോസ്റ്റ് മാസ്റ്ററുടെ ഉണ്ടാവും. നെക്സ്റ്റ് ചാപ്റ്ററിൽ നെൽസൺ മണ്ടേല ഇടുന്നത്, എല്ലാ ചാപ്റ്റേഴ്സിലും ഉണ്ട് ക്യാരക്ടർ സ്കെച്ചസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലത്തിന്റെ അത്ര ബാച്ച് ഉണ്ട്. അവിടെ കൃത്യമായ രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ചില ഫീച്ചേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ്, ദെൻ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ്, യൂണിറ്റ് ടെസ്റ്റ്, ലൈവ് ആൻസർ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആർ ആഫ്റ്റർ എവറി ക്ലാസ്. യു വിൽ ഗെറ്റ് സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ക്ലാസ്സസ്. ദെൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ്, ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഇത്രയും ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഒരു വർഷത്തേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് വെറും എന്ന് പറയുന്നത് വെറും 3499 രൂപയ്ക്കും ആണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യുക. ഇനി ഈ ഒരു ക്ലാസ് നമ്മൾ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം, ക്യാരക്ടർ സ്കെച്ചിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലെഞ്ചോയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടണിൽ അമർത്തണം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി
കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എന്താ പറയുക ടോപ്പിക്സ്, അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചോ അതുപോലെയുള്ള ഏതെങ്കിലും ഡിസ്കോഴ്സസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് എന്ത് ചെയ്യാം, വരാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.